ഞാൻ ഈ വീഡിയോയിൽ റീകർസീവ് ഫിബിനാച്ചി ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ ഫിബിനാച്ചി നമ്പേഴ്സ് സീക്വൻസ് നമ്പേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരു നമ്പർ അതിൻ്റെ തൊട്ട് മുന്നത്തെ രണ്ട് നമ്പറിൻ്റെ സമ്മായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ 5 എടുത്തു കഴിഞ്ഞാൽ ഈ 5 എന്നുള്ളത് അതിൻ്റെ തൊട്ട് മുന്നത്തെ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മാണ്. 2 + 3 = 5. പിന്നെ 3 + 5 = 8. അങ്ങനെയാണ് ഫിബിനാച്ചി സീക്വൻസ് നമ്പേഴ്സ് പോകുന്നത്. പിന്നെ ഫിബിനാച്ചി നമ്പേഴ്സിൻ്റെ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് പൊസിഷന് ഇതാണ്, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ, അങ്ങനെയാണ് പൊസിഷൻസ് പോകുന്നത്. പിന്നെ ഇവിടെ റീകർഷൻ മെത്തേഡിലാണ് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ തന്നെ അതിൻ്റെ ഉള്ളിൽ കോഡ് ചെയ്യുന്ന മെത്തേഡിനാണ് റീകർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. nth പൊസിഷനിലുള്ള ഫിബിനാച്ചി സീക്വൻസ് നമ്പർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണിത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് രണ്ടാമത്തെ പൊസിഷനിൽ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 1 എന്ന് റിട്ടേൺ കിട്ടി. രണ്ടാമത്തെ പൊസിഷനിൽ 1 തന്നെയാണ്. ഇനി തേർഡ് പൊസിഷനിൽ ഏതാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ 2 റിട്ടേൺ കിട്ടി. തേർഡ് പൊസിഷനിൽ 2 തന്നെയാണ്. ഇനി ഈ ഫംഗ്ഷൻ്റെ വർക്കിംഗ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ട്. അതിൽ n 2-നേക്കാൾ ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ട്രൂ ആണെങ്കിൽ ആ ഒരു നമ്പർ തന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്തില്ല ഇവിടെ പുതിയ 2 ഫംഗ്ഷൻ കോൾ ക്രിയേറ്റ് ആകുന്നുണ്ട്. റീകർഷൻ ഫംഗ്ഷൻ കോളാണ്. അതായത് ഈ ഫംഗ്ഷനെ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ കോൾ ചെയ്യുന്ന മെത്തേഡാണ്. ഇവിടെ ഒന്ന് n-1 വെച്ചിട്ട് കോൾ ചെയ്യുന്നുണ്ട്, n-2 വെച്ചിട്ടും കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫോർത്ത് പൊസിഷനിൽ ഏത് നമ്പറാണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് 3 എന്ന് റിട്ടേൺ കിട്ടി, കറക്റ്റാണ്. ഫോർത്ത് പൊസിഷനിൽ 3 എന്നുള്ള നമ്പറാണ്. അപ്പോൾ ഓക്കെ, ആദ്യം ഈ ഫംഗ്ഷൻ കോൾ ക്രിയേറ്റ് ആയി. ഇവിടെ ഫംഗ്ഷനെ വിളിച്ചു, 4 വെച്ചിട്ടാണ് കോൾ ചെയ്തത്. അപ്പോൾ n-ന്റെ വാല്യൂ 4. if കണ്ടീഷൻ ചെക്ക് ചെയ്യും. if കണ്ടീഷൻ ഫാൾസ് ആണ്, ബിക്കോസ് 4 നോട്ട് ലെസ് ദാൻ 2. സോ ഇവിടെ വരും. ഇവിടെ 2 പുതിയ ഫംഗ്ഷൻ കോള് ക്രിയേറ്റ് ചെയ്യും അല്ലേ. ഇവിടെ ഒന്ന് n-, അതായത് 4-1 വെച്ചിട്ടും പിന്നെ ഒന്ന് 4-2 വെച്ചിട്ടും ഈ ഫംഗ്ഷൻ തന്നെ വീണ്ടും വിളിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഒരു കിട്ടിലും വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഇതിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ആദ്യത്തെ ഫംഗ്ഷൻ കോള് ഇതാണ്, ആദ്യത്തെ ഫംഗ്ഷൻ കോള്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ കോള് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു 2 പുതിയ ഫംഗ്ഷൻ കോള് ക്രിയേറ്റ് ആവും. അതിൽ ഒന്ന് n-1 വെച്ചിട്ട് 4-1 = 3. രണ്ടാമത്തത് 4-2 = 2. അപ്പോൾ ഈ 2 ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിൽ ആദ്യം ഇത് വർക്ക് ചെയ്യും. അപ്പോൾ 4-1 വെച്ചിട്ട് 3 വെച്ചിട്ട് വീണ്ടും കോൾ ചെയ്യും. അപ്പോൾ n-ന്റെ വാല്യൂ 3. ഇവിടെ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് കണ്ടീഷൻ വീണ്ടും ഫാൾസ് ആണ്. അപ്പോൾ വീണ്ടും വരും ഇവിടെ. അപ്പോൾ ഇവിടെ വീണ്ടും പുതിയ 2 ഫംഗ്ഷൻ കോള് അതിൽ ക്രിയേറ്റ് ആവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എൻ്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷനിൽ. ഞാനിതിന് ഈ ഫംഗ്ഷൻ കോളിനൊക്കെ ഒരു പേരിട്ടിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷൻ കോള്, പിന്നെ A-B. ഓക്കെ, എയിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എയിൽ പുതിയ 2 ഫംഗ്ഷൻ കോള് ക്രിയേറ്റ് ആയി. അപ്പോൾ നമ്മൾ അയച്ചത് 3 ആയിരുന്നു. വീണ്ടും പുതിയ ഫംഗ്ഷൻ കോള് ക്രിയേറ്റ് ആകുമ്പോൾ ഒന്ന് 3-1 = 2. 2 വെച്ചിട്ടാണ് ഒന്ന് ക്രിയേറ്റ് ആയത്. പിന്നെ രണ്ടാമത് 3-2 = 1 വെച്ചിട്ടാണ് രണ്ടാമത്തെ ക്രിയേറ്റ് ആയത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എയിൽ പുതിയ 2 A1-ഉം A2-ഉം ക്രിയേറ്റ് ആയി. ഇനി അതിൽ ആദ്യത്തെ ഫംഗ്ഷൻ കോള് എക്സിക്യൂട്ട് ആവും. അപ്പോൾ n-1 ഞാൻ പറഞ്ഞു 2 ആണ്. അപ്പോൾ n-ന്റെ വാല്യൂ 2. ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് കണ്ടീഷൻ വീണ്ടും ഫാൾസ് ആണ്, ബിക്കോസ് 2 നോട്ട് ലെസ് ദാൻ 2. അപ്പോൾ ഇതിൽ വീണ്ടും പുതിയ 2 ഫംഗ്ഷൻ കോൾ ക്രിയേറ്റ് ആവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും പുതിയ 2 ഫംഗ്ഷൻ കോൾ ക്രിയേറ്റ് ആവും. ഒന്ന് n-1 വെച്ചിട്ടും ഒന്ന് n-2 വെച്ചിട്ടും. അപ്പോൾ n-1 നമ്മൾ അയച്ചത് 2 ആയിരുന്നു. അപ്പോൾ 2-1 = 1. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും 2-1 = 1. 1 വെച്ചിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഇഫ് കണ്ടീഷൻ ട്രൂ ആണ് ആവുക. അപ്പോൾ റിട്ടേൺ ആ വാല്യൂ തന്നെ റിട്ടേൺ ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ആ വാല്യൂ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ആയി. ഇനി ഈ A1-ൽ 2 ഫംഗ്ഷൻ കോളാണ് ക്രിയേറ്റ് ആയിരുന്നെന്ന് പറഞ്ഞു. ഇതും ഉണ്ട് അല്ലേ. അപ്പോൾ അത് നിന്റെ വാല്യൂ 0 ആണ് പാസ് ചെയ്തത്. 0 പാസ് ചെയ്താലും ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യും. ആ വാല്യൂ തന്നെ റിട്ടേൺ ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും റിട്ടേൺ 0. ഓക്കെ, അപ്പോൾ ഇവിടെ 0 ആയി. ഇപ്പോൾ ഇവിടെ 1-ഉം കിട്ടി, ഇവിടെ 0-യും കിട്ടി. ഇനി ആ 2 വാല്യൂം ആഡ് ആവും. നിങ്ങൾക്ക് കാണാം ഈ 2 വാല്യൂസും ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ആഡ് ആവും. അപ്പോൾ ഇവിടെ 1 വരും. A1-ൽ 1 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. എയിൽ 2 ഫംഗ്ഷൻ കോളാണ് ക്രിയേറ്റ് ആയത്. അതായത് ഇതും ഇതും. ഓക്കെ, ഇതും
ഓക്കെ, അപ്പോൾ ഒന്നിൻ്റെ നമുക്ക് റിട്ടേൺ ആയിട്ട് വാല്യൂ കിട്ടി. ഇനി രണ്ടാമത്തത് n-2 ആണ് അല്ലേ. n-2 വെച്ചിട്ട് 1 ആണ് എന്നിൻ്റെ വാല്യൂ ആയിട്ട് അയച്ചത്. അപ്പോൾ ഈ കണ്ടീഷൻ വർക്ക് ചെയ്യും. അപ്പോൾ വാല്യൂ വീണ്ടും 1 തന്നെ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെയും വാല്യൂ ആയി. അപ്പോൾ ഇവിടെ 1 എന്നുള്ളതാണ് റിട്ടേൺ കിട്ടിയത്, ഇവിടെയും 1 ആണ് റിട്ടേൺ കിട്ടിയത് അല്ലേ. അപ്പോൾ ഈ രണ്ട് വാല്യൂം പാടെ ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്നുള്ള വാല്യൂ റിട്ടേൺ ആയിട്ട് കിട്ടി. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ തവണ എന്നിൻ്റെ വാല്യൂ 4 വെച്ചിട്ട് വിളിച്ചപ്പോൾ 2 പുതിയ കോള് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇതും ഒന്ന് ഇതും. അത് ഞാൻ പേരിട്ടുണ്ടായിരുന്ന AB എന്നായിരുന്നു. ഓക്കെ, ഇവിടെ AB. ഓക്കെ, ഇനി ഈ B കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ബിയും കൂടിയും കംപ്ലീറ്റ് ആവേണ്ടതുണ്ട്. അപ്പോൾ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4-2 ആണ്, അതായത് n-2 4-2 2 വെച്ചിട്ടാണ് പാസ് ചെയ്യുന്നത്. 2 വെച്ചിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷൻ ഫാൾസ് ആണ്, കാരണം 2-2നേക്കാൾ ചെറുതല്ല. അപ്പോൾ വീണ്ടും ഇവിടെ വരും. ഇവിടെ പുതുതായിട്ട് ആ ബിയില് പുതിയ 2 ഫംഗ്ഷൻ കോള് ക്രിയേറ്റ് ആവും. അപ്പോൾ ഒന്ന് n-1ഉം n-2ഉം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. n-1ഉം n-2ഉം, അതായത് 2-1ഉം 2-2. അതിൽ ആദ്യത്തേത് 2-1 ആണ്, അതായത് 1. ഇവിടെ പാസ് ചെയ്യുന്നത് 2-1 ആണ്, അതായത് 1 ആണ് പാസ് ചെയ്യുന്നത്. എന്നിൻ്റെ വാല്യൂ 1 ആണ്, കണ്ടീഷൻ ട്രൂ ആണ്, അപ്പോൾ 1 റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ വാല്യൂ 1 ആയി. ഇനി ഇതിൽ രണ്ടാമത്തതൊന്നുണ്ടായിരുന്നു, ബിയിൽ B1ഉം B2ഉം ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബി പാസ് ചെയ്യുന്നത് 2-2 ആണ്, അതായത് 0 പാസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷൻ വർക്ക് ചെയ്യും. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും റിട്ടേൺ 0. അപ്പോൾ ഇതിനും ഓരോ വാല്യൂ റിട്ടേൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ അഡീഷൻ നടക്കും. അപ്പോൾ അഡീഷൻ നടക്കുമ്പോൾ 1 + 0 = 1 അല്ലേ. 1 ഇവിടെ റിട്ടേൺ ആയിട്ട് കിട്ടി. ഇപ്പോൾ ആദ്യത്തെ തുടക്കത്തിലുള്ള 2 ഫംഗ്ഷൻ കോളിലുള്ള 2 റിസൾട്ട്, ഇവിടുത്തെ റിസൾട്ടും ഇവിടുത്തെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ 2 കിട്ടിയിട്ടുണ്ട്, ഇവിടെ 1ഉം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും പാടെ ആഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ആഡ് ഉണ്ടല്ലോ അല്ലേ, ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് മെയിൻ ഫംഗ്ഷൻ കോളിലേക്ക് റിട്ടേൺ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഈ 2 വാല്യൂം പാടെ ആഡ് ചെയ്തിട്ട് ഇവിടേക്ക് കൊടുത്തു. ഈ റിസൾട്ട് ഇവിടെ വരും, കൺസോൾ ലോഗിൽ റിസൾട്ട് പ്രിന്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ മറ്റൊരു ട്യൂട്ടോറിയലുമായിട്ട് വരുന്നവരെ ബൈ ബൈ.